ഓപ്പോ റെനോ 12 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. മുമ്പ് ചൈനീസ് മാർക്കറ്റിൽ ഓപ്പോ റെനോ 12 എന്ന പേരിൽ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ആ ഒരു വെർഷൻ അല്ല, ഡിഫറെന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു വെർഷനാണ് ഗ്ലോബൽ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇപ്പം ഗ്ലോബൽ മാർക്കറ്റിലെ ലോഞ്ച് ഡേറ്റും കാര്യങ്ങളൊക്കെ ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. പിന്നെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം അറിയാനും കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്ലോബൽ മാർക്കറ്റിൽ വരാൻ പോകുന്ന ഓപ്പോ റെനോ 12 എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഓപ്പോ റെനോ 12 6.7 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആയിരിക്കും വരിക. അമോലെഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്തേക്കാം. 10-bit ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. കർവ്ഡ് ഡിസ്പ്ലേ ആയിരിക്കും ഈ ഫോണിൽ വരിക. പീക്ക് ബ്രൈറ്റ്നസ് വരിക 1200 നിറ്റ്സ് ആയിരിക്കും. പിന്നെ ഫോണിന്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 7 ആയിട്ട് പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പം ഈ ഒരു ഫോണിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്നേക്കാം. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ വരുന്നതായിരിക്കും. ഫോണിന്റെ വെയിറ്റ് വരിക 178 ഗ്രാം ആയിരിക്കും. തിക്നെസ് വരിക 7.57 mm ആയിരിക്കും. പിന്നെ IP65 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യും. പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 7300 എനർജി എന്നുള്ള പ്രോസസറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇത് പുതുതായിട്ട് അനൗൺസ് ചെയ്തിട്ടുള്ള ഒരു പ്രോസസറാണ്. പിന്നെ ചൈനീസ് വെർഷനിൽ MediaTek Dimensity 8250 എന്ന പ്രോസസറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ചൈനീസ് വെർഷനിൽ അത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസർ ഇന്ത്യൻ വെർഷനിലും ഗ്ലോബൽ വെർഷനിലൊന്നും വരാൻ ചാൻസ് ഇല്ല. കുറച്ചും കൂടി താഴെ വരുന്ന ഒരു പ്രോസസറായിരിക്കും ഗ്ലോബൽ വെർഷനിൽ വരിക. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ഫോണിൽ 12 GB റാമും 256 GB ഇന്റേണലും വന്നേക്കാം. LPDDR4X റാം ആയിരിക്കും വരിക. UFS 3.1 സ്റ്റോറേജ് ടൈപ്പും വരുന്നതായിരിക്കും. വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നതായിരിക്കും. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 12 GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. മെമ്മറി എക്സ്പാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. NFC എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചറും ഇതിൽ വന്നേക്കാം. അപ്പം ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. Android 14 ബേസ് ആയിട്ടുള്ള കളറോയ സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരാനാണ് സാധ്യത. 50 മെഗാ പിക്സലിന്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഇത് സോണി LYT600 സെൻസർ ആയിരിക്കും. OIS സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ 8 മെഗാ പിക്സലിന്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന സോണി IMX 355 അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഈ ഫോണിൽ വന്നേക്കാം. പിന്നെ മൂന്നാമത് 2 മെഗാ പിക്സലിന്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ഒരു മാക്രോ ലെൻസ് വരുന്നതായിരിക്കും. ഇപ്പോൾ ചൈനീസ് വെർഷനിൽ 50 മെഗാ പിക്സലിലെ ടെലിഫോട്ടോ ലെൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യൻ വെർഷനിലും ഗ്ലോബൽ വെർഷനിലും ആ ഒരു ടെലിഫോട്ടോ ലെൻസ് വരാൻ ചാൻസ് ഇല്ല. അതുമാത്രമല്ല ഓപ്പോ റെനോ 11ലും ടെലിഫോട്ടോ ലെൻസ് ഉണ്ടായിരുന്നു. അപ്പം 12ലോട്ട് വന്നപ്പോൾ അതൊരു ഡൗൺ ഗ്രേഡ് ആണ് എന്ന് പറയേണ്ടി വരും. ഇതിൽ 2 മെഗാ പിക്സൽ ഒരു സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ 32 മെഗാ പിക്സലിന്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ വന്നേക്കാം. അപ്പോൾ ക്യാമറയുടെ കാര്യത്തിൽ ചില ഡൗൺ ഗ്രേഡ്സും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഇനി ചൈനീസ് വെർഷനായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ ഓപ്പോ റെനോ 11 എന്നുള്ള സ്മാർട്ട് ഫോണായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും. ഇനി ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററി ആയിരിക്കും ഇതിൽ വരിക. 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചാർജിങ് സ്പീഡിന്റെ കാര്യത്തിലൊക്കെ ഒരു അപ്ഗ്രേഡ് വരുന്നതായിരിക്കും ഓപ്പോ റെനോ 11 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ജൂൺ 18 ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഒരു കാര്യം എന്താ വെച്ചാൽ ആ ഒരു ദിവസം ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യില്ല, ഗ്ലോബൽ മാർക്കറ്റിലായിരിക്കും ഈ ഫോൺ ലോഞ്ച് ചെയ്യുക. ഈ ഒരു ഫോൺ മിക്കവാറും ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റും കാര്യങ്ങളൊന്നും ഇപ്പോൾ കൺഫേം ആയിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൽ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ വില 457 യൂറോസ് ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതായത് 41,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട്. ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുമ്പോൾ വില ഇത്രയും കൂടുതൽ വരാൻ ചാൻസ് ഇല്ല. അപ്പം ഓപ്പോ റെനോ 11 എന്നുള്ള സ്മാർട്ട് ഫോൺ 25,000 രൂപയുടെയും 30,000 രൂപയുടെയും ഇടയിലായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു ഫോൺ നമുക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് തന്നെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് ഓപ്പോ റെനോ 11ലൊക്കെ നമുക്ക് ടെലിഫോട്ടോ ലെൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിൽ അതൊന്നും വരാൻ പോകുന്നില്ല. അപ്പം ഈ ഒരു ഫോൺ നമുക്ക് ഒരു 25,000 to 28,000 രൂപ പ്രൈസ് റേഞ്ചിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ഓപ്പോ റെനോ 12 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.